പ്രവാസത്തിലേക്ക് പോയപ്പോഴും ഇതേ ജോബ് തന്നെയാണോ ചെയ്തത്? അല്ല, അവിടെ ഞാൻ ഡ്രൈവറായിട്ടാണ് പോയത്. അത് ഒരു ഒരു കുറച്ച് കടങ്ങളൊക്കെ ഉണ്ടായി, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ഒന്ന് മാറി നിന്നതാണ്. നമ്മൾ ഇവിടുന്ന് മാറി നിന്ന്. ഞാനത് ചോദിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ സാർ. തീർച്ചയായിട്ടും വളർന്നു വരുന്ന ഒരു സംരംഭകൻ അറിഞ്ഞിരിക്കണം ഇതുപോലുള്ള ബിസിനസ് പേഴ്സൺസ് എങ്ങനെയാണ്, ഏതെല്ലാം മേഖലകളിൽ കൂടെയാണ് അല്ലെങ്കിൽ ഏതെല്ലാം ഘട്ടങ്ങളിൽ കൂടെയാണ് കടന്നു വന്നേക്കണം എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് പ്രവാസിയായിട്ടുള്ള സമയത്ത് ഏതാണ് ജോബ് ചെയ്തെന്നുള്ളത് ഞാൻ ചോദിച്ചത് അതുകൊണ്ടാട്ടോ. അപ്പോൾ അവിടെ ഡ്രൈവറായിരുന്നു, നാട്ടിൽ ടൈലറിംഗ് ആയിരുന്നു അല്ലേ? ഞാൻ ടൈലറിംഗ് ആണെങ്കിലും ഈ സമയത്തൊക്കെ എനിക്ക് വേറെ കുറേ ബിസിനസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ 7ാം ക്ലാസ് പഠിക്കുമ്പോഴേ ഉപ്പയുടെ അനിയൻ്റെ ഒരു കട ഉണ്ടായിരുന്നു. അവിടെ ആ കടയിൽ ഞാൻ നിൽക്കുമായിരുന്നു. അപ്പം 7ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഞാൻ മലപ്പുറത്താണ് പഠിച്ചത്. അപ്പോൾ അവിടെ ഒരു പലചരക്കടയിൽ ഞാൻ അവിടെ നിന്ന് ആദ്യമൊക്കെ എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ ഇഷ്ടമായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ആദ്യമൊക്കെ നമ്മളോട് പറയുക വരണ്ട, പഠിക്കാൻ പോകാനൊക്കെ പറയും. പക്ഷെ ഞാനവിടെ നിന്ന് ലാസ്റ്റ് ഞാൻ കട നടത്തുന്ന ലെവലിലേക്കായി. അത് കഴിഞ്ഞ് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അപ്പോൾ അന്ന് ഞാൻ ഈ സ്റ്റോറികളൊക്കെ വായിക്കുമായിരുന്നു. ഈ നമുക്ക് മനോരമയിലൊക്കെ വരുന്ന സ്റ്റോറികളൊക്കെ ഉണ്ടാവില്ല, അതേപോലെ ബിസിനസ് സ്റ്റോറികൾ എല്ലാം ഞാൻ വായിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് അന്ന് ബിസിനസ്സുകാരനാവണം എന്നുള്ളതാണ് ആഗ്രഹം. പക്ഷേ ഞാനത് ടൈലറിങ്ങിലാണ് എത്തിപ്പോയത്. എത്തിപ്പോയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹം എന്ന് പറയുമ്പോൾ ഞാൻ ചില ആൾക്കാരോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ചോദ്യം ചോദിക്കുകയാണ്. അത് സ്വന്തം കാശ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണോ, അല്ലെങ്കിൽ പണം സമ്പാദിക്കാനായിട്ട് വേണ്ടി മാത്രമാണോ, അതോ കുറച്ച് പേർക്ക് ഒരു സമ്പാദ്യം ഉണ്ടാക്കി കൊടുക്കാനുള്ള ആഗ്രഹം കൊണ്ടാണോ? ഇതിൽ ഏതാണ് ശരിക്കും കൂടുതലായിട്ട് വരുന്നത്? ഈ ബിസിനസ് എന്ന് പറയുന്നത് അതൊരു പാഷനാണ്. നമുക്ക് പണം ഉണ്ടാക്കുക എന്നല്ല, പണം നമുക്ക് താനെ വരും. പണം നമ്മളിപ്പോൾ ഒരു പലരും ഈ ബിസിനസ്സൊക്കെ ചെയ്യുമ്പോൾ അവരുടെയൊക്കെ വിചാരം എന്ന് പറഞ്ഞാൽ ഇത് തുടങ്ങിക്കഴിഞ്ഞ് പിറ്റത്തെ ആഴ്ചയിൽ അല്ലെങ്കിൽ പിറ്റത്തെ മാസം അല്ലെങ്കിൽ ആ സ്പോട്ടിൽ വരുമാനം വന്നിട്ടില്ലെങ്കിൽ ഇവർക്ക് ടെൻഷനാവും, സ്ട്രെസ്സാവും. കുടുംബത്തിലൊന്നും ഇവർക്ക് ഇതൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പൊതുവെ ഈ ബിസിനസ് ചെയ്യുന്ന ആളുകൾ പ്രത്യേകിച്ച് പഠനമൊക്കെ നിർത്തി വെച്ചിട്ട് പോയിട്ടുള്ള ആൾക്കാർ അതെ, ഈ കണക്കുകളൊക്കെ ഇങ്ങനെ ബോധിപ്പിച്ച് ഞാൻ ഇങ്ങനെയാണ് ഇന്ന രീതിയിലാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് എങ്ങും എത്താൻ പറ്റില്ല. നമ്മൾ കാത്തിരിക്കണം. കാത്തിരിക്കാന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ പല രീതിയിലുള്ള ഒരു ബിസിനസ്സിനെ നമ്മളൊരു കൃഷിയായിട്ട് ബന്ധപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ഒരു ചീരകൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്കതൊരു 2 ആഴ്ച കൊണ്ട് നമുക്കത് പറിച്ചിട്ട് വിളവ് കിട്ടും. വാഴക്കൃഷിയാണെങ്കിൽ 1 വർഷം കൊണ്ട് കിട്ടും. കപ്പയാണെങ്കിൽ 6 മാസം കൊണ്ട് കിട്ടും. അങ്ങനെയുള്ള ഓരോ രീതിയിലുള്ള ഇത് കിട്ടും. അപ്പോൾ നമുക്കിപ്പോൾ ഒരു തട്ടുകട തുടങ്ങുന്നതിന് അന്ന് വൈകുന്നേരം തന്നെ അവൻ്റെ ലാഭം നഷ്ടമൊക്കെ അറിയും. അതേപോലെ തന്നെ മറ്റുള്ള രീതിയിലുള്ള ഓരോ ബിസിനസ്സിനും ഓരോ ടൈം കഴിഞ്ഞാൽ ഒരു ടൈമിന് അതിൻ്റെ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷേ കൃഷിയിൽ നമ്മളൊരു ഒരു തെങ്ങ് വെക്കുകയാണെങ്കിൽ ആ തെങ്ങ് വളർന്ന് വന്ന് ആദ്യം ഇതിൻ്റെ വളർച്ച താഴോട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്കൊന്നും കാണാൻ കഴിയില്ല. ബിസിനസ്സിൽ ഒന്നും കാണില്ല, ഒരു ഇൻകം ഉണ്ടാവില്ല. പക്ഷെ അങ്ങോട്ടേക്ക് ഇങ്ങനെ പോവുക ചെയ്യാം. ഒരു 4-5 വർഷം അങ്ങോട്ടേക്ക് തന്നെ നമ്മൾ കൊടുക്കണം. ബിസിനസ്സുകാരനാണെങ്കിൽ അവൻ പാനിക്കാവും, കാരണം കുടുംബത്തിലൊന്നും ഇത് കാണിച്ചു കൊടുക്കാനില്ല. പക്ഷെ വൺസ് ഇത് വളർന്ന് അങ്ങ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മുകളിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം വരൽ തുടങ്ങിക്കഴിഞ്ഞാൽ അവൻ്റെ തലമുറയും തൊട്ടടുത്ത തലമുറയും അത് കഴിഞ്ഞിട്ടുള്ള തലമുറക്കുള്ള വരുമാനം അതിൽ നിന്ന് കിട്ടും. അതുമാത്രമല്ല, അതിൽ നിന്ന് ഒരു സാധനം പോലും ഒഴിവാക്കാണ്ടാവില്ല. അതിലുള്ള എല്ലാ സാധനങ്ങളും വരുമാനം തന്നെ. അപ്പോൾ അതാണ് ബിസിനസ്സിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പം ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഞാൻ ടൈലറിംഗ് ആണെന്നുണ്ടെങ്കിലും ഈ ടൈലറിങ്ങിൻ്റെ സമയത്ത് എനിക്കൊരു സ്വഭാവമുണ്ട്. ബാംഗ്ലൂർ പോയിട്ട് ക്ലോത്ത് എടുത്ത് കൊണ്ടുവരും. എന്നിട്ട് എൻ്റെ ടൗണിലുള്ള ഈ ടാക്സി അതേപോലെ കച്ചവടക്കാർക്ക് വീടുകളിലൊക്കെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് പ്രോഡക്റ്റ് വിൽക്കും. അതേപോലെ തന്നെ അന്ന് ഞാനിങ്ങനെ സാധാരണക്കാരനാണെങ്കിലും ഒരു അസാധാരണമായിട്ട് തന്നെ ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. എൻ്റെ 18ാം വയസ്സിലൊക്കെ ഞാനൊരു 1 lakh rupees ചിട്ടിയിലൊക്കെ ചേർന്നിട്ട് ആ പൈസ കിട്ടിയിട്ട് ഞാൻ അന്നൊന്നും ആരുടെ അടുത്ത് ബൈക്കൊന്നുമില്ല. പക്ഷെ ഞാൻ ബൈക്കൊക്കെ ആയിട്ട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്, പക്ഷേ ഈ ഓരോ ബിസിനസ്സും ഞാൻ പരാജയപ്പെടുകയായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഈ തുണിക്കച്ചവടം ചെയ്ത് എനിക്ക് നല്ല പൈസ, ഒരു ആക്സിഡൻറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഇത് പോയിട്ട് ഡെയിലി കളക്ഷൻ എടുക്കാൻ പറ്റിയില്ല. ഈ കളക്ഷൻ എടുക്കാൻ പറ്റാത്തപ്പോൾ പുതിയ ആളുകൾ വന്ന് ഈ റൂട്ടിൽ കയറി എൻ്റെ ബിസിനസ് പോയി. അപ്പോൾ ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് പരാജയങ്ങളാണ് ഏറ്റവും കൂടുതൽ വന്നതെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ആ തുണീൻ്റെ കച്ചവടം കഴിഞ്ഞു.
അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്താ ചെയ്യാണ്, പിന്നെ ഒരു ടെക്സ്റ്റൈൽസിനെ കുറിച്ചിട്ടാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ടെക്സ്റ്റൈൽസിനെ കുറിച്ചിട്ട് ചിന്തിച്ചിട്ട് ആ ടെക്സ്റ്റൈൽസിൻ്റെ പിന്നെ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ടൈലർ ഷോപ്പിനോട് ചേർന്ന് വലിയ റൂമൊക്കെ എടുത്ത് ഇതിൻ്റെ വാടക ഒന്നും കൊടുക്കാൻ കഴിയാതെ ഞാൻ എന്തായി, കടത്തിലായി. കടം കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. അങ്ങനെ വന്നപ്പോൾ പിന്നെ പലിശയിലേക്ക് പോകും. പിന്നെ ഒരു രക്ഷയില്ല. അപ്പോൾ മൂത്തമാരെ മോനോട് പറഞ്ഞ് എനിക്കൊരു വിസ, എന്തെങ്കിലും ഒരു വിസ വേണം. അപ്പോൾ അവൻ പറഞ്ഞു ഇങ്ങോട്ട് എന്ത് വിസ കിട്ടുക, കിട്ടുന്ന ഡ്രൈവർ വിസയാണ്. അത് ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ഡ്രൈവർ വിസ, ഹൗസ് ഡ്രൈവർ വിസയാണെങ്കിൽ ഹൗസ് ഡ്രൈവർ വിസ എനിക്ക് ഇവിടുന്ന് കയറണം. അപ്പോൾ ഞാനതിന് കയറാൻ വേണ്ടിയിട്ട് തയ്യാറായി. അപ്പോൾ ഡ്രൈവിംഗ് ഒന്നും എനിക്കറിയില്ല. അപ്പോൾ പിന്നെ ഞങ്ങളവിടെ മരിച്ചുപോയി ഒരു കുഞ്ഞുവർക്കി ചേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടൻ ഉണ്ടായിരുന്നു. ചേട്ടനോട് പറഞ്ഞാൽ എനിക്കൊന്ന് ഡ്രൈവിംഗ് പഠിപ്പിക്കണം. ഇദ്ദേഹം എന്നെ കൊണ്ടുപോയിട്ട് പിന്നെ ഒരു ഗ്രൗണ്ടിൽ കൊണ്ടുപോയിട്ട് വണ്ടി തന്ന് പിന്നെ ഒരു 10-20 റൗണ്ട് കറങ്ങി, എന്നിട്ട് റിവേഴ്സ് വെച്ച് പിന്നെ ഇതാണ് റിവേഴ്സ്, ഇതാണ് പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് ഇതാണ് എൻ്റെ ആകെയുള്ള അറിവ്. ABCD ഇത് കൊണ്ട് ഞാൻ ഖത്തറിൽ പോകണം. ഖത്തറിൽ പോയി നോക്കുമ്പോഴേ എനിക്ക് വണ്ടി ഓടിക്കാനറിയില്ല. അങ്ങനെ അവിടുന്ന് ഞാൻ കൊണ്ടുപോയ ആൾ എന്നെ ചീത്ത പറയാണ്, പിന്നെ കഫീൽ ചീത്ത പറയാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് ഒരു വണ്ടി എടുത്തിട്ട് പിന്നെ ഒരു ദിവസം മരുഭൂമിയിലൂടെ അങ്ങോട്ട് കറങ്ങിയിട്ട് ഞാനങ്ങ് പഠിച്ച് പിന്നെ ഞാൻ അവിടെ നിന്ന് ലൈസൻസ് എടുക്കുകയാണ്. അവിടെ എത്തിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ആകെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ ഓട്ടമുള്ളത് ഒരു പ്രായമുള്ള ഒരു പിന്നെ ഉമ്മയാണ് ഞങ്ങളെ കഫീൽ. അവരെ ഒരു മസറുണ്ട്, ആ തോട്ടത്തിലേക്കുള്ള ഫുഡ് കൊണ്ടുപോയി കൊടുക്കുക. അവിടെ ചെറിയ പണികളൊക്കെ ആയിട്ടാണ് ഞങ്ങൾക്ക് പോകാനുണ്ടാകുക. ആകെ 1 മണിക്കൂറേ വർക്ക് ഉണ്ടാവുള്ളൂ. എനിക്ക് ടൈലറിങ് അറിയാമല്ലോ. ഒരു മെഷീൻ വാങ്ങിയിട്ട് ആ റൂമിലിട്ടിട്ട് ഞാൻ എന്ത് ചെയ്ത്, ഞാൻ പിന്നെ തൊട്ടടുത്തുള്ള പാലക്കാട് അങ്ങാണ്ടുള്ള ഒരു സൈനുദ്ദീൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഇദ്ദേഹത്തിൻ്റെ കടയിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യും, തുണികൾ എടുത്തിട്ട് ഇവിടെ വന്നിട്ട് തയ്ക്കും. അങ്ങനെ ഞാൻ സത്യത്തിൽ ഗൾഫിൽ പോയി എന്ന് പറയുമ്പോൾ ഗൾഫിൽ ഞാൻ കിടന്നുറങ്ങില്ല ബാക്കിയുള്ള സമയം ഫുള്ള്. കാരണം എനിക്കെൻ്റെ പാഷൻ ബിസിനസ്സാണ്. കഫീൽ എന്ന് പറഞ്ഞാൽ അവർ എനിക്ക് നല്ല സഹായിക്കും, പൈസയും തരും. അങ്ങനെ എൻ്റെ ബാധ്യതകളൊക്കെ ഞാൻ തീർന്നു കഴിഞ്ഞപ്പോഴേ ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ എൻ്റെ പിന്നെ കഫീലിനോട്, കഫീൽ പ്രായമുള്ള വീടല്ല, വീട് പഴയ വീടുണ്ട്. ഇതൊക്കെ നടക്കുന്നത് 2007-ലാണ്. ഞാൻ അത്യാവശ്യം ആ പോകുന്ന സമയത്തുള്ള ബാധ്യതകളൊക്കെ തീർത്ത് ഞാൻ നാട്ടിലേക്ക് പോരാൻ നിൽക്കുകയാണ്. അപ്പോൾ നാട്ടിലേക്ക് പോരേണ്ട സമയം വന്നപ്പോൾ, നാട്ടിലേക്ക് പോരണം എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ് ഇവിടെ ജോലിയില്ല എന്ന് പറഞ്ഞ്, തുടർന്ന് ജോലിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ് എനിക്ക്, അപ്പോൾ നമ്മൾ ഒറ്റയടിക്ക് അവരോട് ജോലി വേണ്ടാന്ന് പറഞ്ഞാൽ അവർ നമുക്ക് പിന്നെ ലീവൊന്നും തരില്ല. അപ്പോൾ എന്നോട് പറഞ്ഞ് ക്യാൻസലാണെന്ന് പറഞ്ഞു. ഞാനപ്പോൾ തന്നെ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ച് അവരോട് ഇങ്ങനെ ഒക്കെ പറഞ്ഞ് നാട്ടിലേക്ക് വന്ന് ഞാൻ ഉദ്ദേശിച്ച സമയത്ത് തന്നെ തിരിച്ചു വന്നു. കാരണം അന്ന് ഞാൻ വിസ പുതുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു പ്രവാസിയാവും. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള എൻ്റെ ഉദ്ദേശങ്ങളൊക്കെ പോകും. ഞാൻ അത്രയും കാലം ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, കുറേ പഠിച്ച കാര്യങ്ങളുണ്ട്, അതൊക്കെ വെറുതാവും. അപ്പോൾ ഞാൻ അവിടെ നിന്ന് എന്ത് ചെയ്ത് നേരെ റിട്ടേൺ വന്ന് രണ്ടാമത് ഈ ടൈലർ ഷോപ്പും ഈ പറഞ്ഞ പോലെ തന്നെ സ്പൈസസും അതേപോലെ ചായപ്പൊടിയൊക്കെ ആയിട്ട് ഒരു ചെറിയ ഒരു സെറ്റപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്യാണ്. ഇത് ചെയ്യുന്ന സമയത്താണ് എൻ്റെ വീട്, ഞാൻ പറഞ്ഞത് 2009 പ്രളയത്തിൽ വീട് വീഴുന്നത്. പ്രവാസം കഴിഞ്ഞ് വന്നിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതോടുകൂടെ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ പിന്നെ എനിക്ക് തോന്നി ഇതുകൊണ്ട് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പം തന്നെ ഷട്ടർ താത്തി ഈ മിഷനറി വിൽക്കാൻ വരെ നിന്നില്ല, ഇതൊക്കെ വീട്ടിൽ കൊണ്ടുപോയിട്ടിട്ട് ഞാൻ ഈ സ്പൈസസിൻ്റെ ബിസിനസ്സിലേക്കും അതേപോലെ റിയൽ എസ്റ്റേറ്റിലേക്കും അങ്ങ് ഇറങ്ങി. പിന്നെ ഞാൻ സ്പൈസസിൻ്റെ അതേപോലെ ഹാൻഡിക്രാഫ്റ്റിൻ്റെ ഒക്കെ ഷോപ്പും അതിൻ്റെ ഹോൾസെയിലൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ്. ഇത് പോകുന്ന സമയത്താണ് 2016 അപ്രതീക്ഷിതമായിട്ട് ഞാൻ അങ്ങനെ ട്രെയിനിങ്ങുകളൊന്നും അങ്ങനെ അറ്റൻഡ് ചെയ്യുന്നില്ല. 2013 ഞാൻ ആദ്യമായിട്ടൊരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നത്. അന്നത്തെ ആ ഒരു ഇൻസ്പിറേഷൻ എനിക്ക് എന്ത് ചെയ്ത്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ അന്ന് എനിക്ക് ശരിക്ക് പിന്നെ ഒരു പബ്ലിക് സ്പീക്കിങ്ങിൻ്റെ ക്ലാസ്സാണ് കിട്ടിയത്. അപ്പോൾ അതിലെന്താ വന്നതെന്ന് പറഞ്ഞാൽ ഞാനൊരു നേതാവാകുക എന്നുള്ളൊരു തോട്ടിലേക്കാണ് വന്നത്. അപ്പോൾ ഞാൻ രാഷ്ട്രീയത്തിലും അതേപോലെ തന്നെ സംഘടനാ പ്രവർത്തനത്തിലൊക്കെ ഭയങ്കര സജീവമായി. വ്യാപാരി വ്യവസായികളൊക്കെ ഭയങ്കര വർക്ക് ചെയ്ത് അതിൻ്റെയൊക്കെ ജില്ലാ കൗൺസിലൊക്കെ എത്തി. ഇത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ 2016 ശരിക്ക് ഒരു NLP സെയിൽസ് മാസ്റ്ററി എന്ന് പറയുന്ന ഒരു ക്ലാസ് കിട്ടുന്നത്. അപ്പോൾ ആ ക്ലാസ് ഇങ്ങനെ പോയിട്ട് ഇരുന്ന് ഇത് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേ മനസ്സിലായി ഇതെൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ക്ലാസ്സാണ്. അപ്പോൾ ഞാൻ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 3 ദിവസത്തെ ക്ലാസ്സാണ്, കൊച്ചിയിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഞാനും എൻ്റെ സുഹൃത്തും ഇതിന് വെറുതെ തമാശയായിട്ട് പോയതാണ്. അങ്ങനെ അപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. സാമ്പത്തികമായിട്ട് ഞാൻ കുറച്ച് ഭദ്രതയാണ്, വീട് ഒക്കെ ആയി, ഒരു കാറായി, അതേപോലെ കച്ചവടം, അത്യാവശ്യം വരുമാനമൊക്കെ ഉണ്ട്. വലിയ രീതിയിലുള്ള ചിന്തകളൊന്നുമില്ല. ഞാൻ റിയൽ എസ്റ്റേറ്റൊക്കെ സ്റ്റോപ്പ് ചെയ്ത്. കാരണം എന്താണ്, റിയൽ എസ്റ്റേറ്റ് ആകുമ്പോൾ നമ്മൾ ഡീലറാകുമ്പോൾ ആ സമയത്താണ് ഒരുപാട് ഈ പിന്നെ ഭൂമീൻ്റെ ഒക്കെ പ്രോബ്ലങ്ങളൊക്കെ ഉള്ളത്. ആ സമയത്ത് ഞാനങ്ങ് സേഫ് സോണിൽ നിന്ന്
കംഫർട്ട് സോൺ എന്ന് പറയാം. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ ക്ലാസ്സുകൾ 2014 ഇതിൽ എനിക്ക് തോന്നി ഞാനിങ്ങനെ ചെയ്താൽ പോരാ, വലിയ സ്വപ്നങ്ങളൊക്കെ ഒരു വേറൊരു ലെവലിലേക്ക് എൻ്റെ ചിന്ത അങ്ങ് മാറുകയാണ്. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ബിസിനസ് ചെയ്യണം, ലോകം മുഴുവനും അറിയപ്പെടുന്ന ഒരു ബിസിനസ് ആവണം, അതേപോലെ എനിക്കൊരു ബ്രാൻഡ് ഉണ്ടാക്കണം, അങ്ങനെയൊക്കെയുള്ള ഓരോ ചിന്തകൾ വന്ന് 2016 കഴിഞ്ഞിട്ട് പിന്നെ തുടർച്ചയായിട്ട് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ പിന്നെ ബില്യണർ മൈൻഡ് സെറ്റ്, അങ്ങനെ മൈൻഡ് മാസ്റ്ററി, എവിടെയൊക്കെ ട്രെയിനിങ് ഉണ്ട് ഈ ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പാഷനായി. അത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ ബിസിനസ് ചെയ്യുന്നുണ്ട്. ഇത് എന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് ഈ NLP സെയിൽസ് മാസ്റ്റർ എന്ന് പറയുന്ന ഈ കോഴ്സിൻ്റെ ഒരു പിന്നെ പരസ്യവാചകം തന്നെ നമ്മളുടെ വരുമാനം 6 മാസം കൊണ്ട് ഇരട്ടിയാവുന്നു. അപ്പം ഞാൻ ഇത് കണ്ടിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ ആ ക്ലാസ്സിൽ ഇരുന്നിട്ട് ഹണിനെ കുറിച്ചിട്ട് ഇങ്ങനെ പിന്നെ ചിന്തിക്കുകയാണ്, ഹണീനെ കുറിച്ചിട്ട് പറയാണ്, ഹണിനെ കുറിച്ചിട്ട് മാത്രം ഇങ്ങനെ